എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒരു പ്രധാനപ്പെട്ട മേഖലയിലാണ് നിലകൊള്ളുന്നത്. സത്യത്തിൽ ഏറെക്കുറെ ഒരു മാസമായിട്ട് നിഫ്റ്റി ഒരു സൈഡ് വേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് മേലെ പോകുന്നു, താഴെ വരുന്നു, വീണ്ടും മേലെ പോകുന്നു, താഴെ വരുന്നു, വീണ്ടും മേലെ പോകുന്നു, താഴെ വരുന്നു. ഇങ്ങനെ ഒരു മാസമായി ഒരു സൈഡ് വേസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് പോയിൻ്റ്, അതായത് ഏത് മേഖലയിലെത്തിയാലാണ് ഒന്നുമില്ലെങ്കിൽ മേലെ പോവുക അല്ലെങ്കിൽ താഴെ വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റൻ്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കോളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വൺ ഡേ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ആൾ ടൈം ഹൈ ആയ 22,124 ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് വരുന്നതായാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. താഴേക്ക് വന്നപ്പോൾ നമ്മൾ അത് അങ്ങനെ താഴേക്ക് ഡൗൺ ആയി പോകുമെന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷേ നിഫ്റ്റി വീണ്ടും മേലേക്ക് പോയി ആൾ ടൈം ഹൈ തന്നെ ടച്ച് ചെയ്ത് ഇന്നലെ 22,068 ഹൈ. പക്ഷേ ക്ലോസ് ചെയ്യുമ്പോൾ 22,040 നിൽക്കുകയാണ്. ഇനി നാളെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇനി നാളെ ഇവിടെ നിന്ന് 22,126 ടച്ച് ചെയ്ത്, അതായത് വൺ ഡേ ടൈം ഫ്രെയിമിൽ ടച്ച് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോകാം. അതോടൊപ്പം തന്നെ കൂടെയുള്ള സ്റ്റോക്കുകളും മുകളിലേക്ക് പോകാം. അല്ല, ഇനി താഴത്തേക്കാണ് വരുന്നതെങ്കിൽ നിഫ്റ്റിയോടെ പ്രീവിയസ് ലോ ആയ 21,800 ബ്രേക്ക് ചെയ്താൽ നിഫ്റ്റി താഴത്തേക്ക് വരാനുള്ള സാധ്യതയും നമുക്ക് കാണുന്നുണ്ട്. ഇനി ഇത് രണ്ടുമല്ല, സൈഡ് വൈസിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് വയ്ക്കുക. ഇനി നാളെയും സൈഡ് വേ മാർക്കറ്റ് ആണെങ്കിൽ ഈ സൈഡ് വേയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ചില പാറ്റേണുകൾ ഫോം ആവും. ആ പാറ്റേൺ വെച്ച് ഒരു എം പാറ്റേൺ ഫോം ആവാം, അല്ലെങ്കിൽ ഡബ്ല്യു പാറ്റേൺ ഫോം ആവാം, അല്ലെങ്കിൽ വി ഷേപ്പ് ഫോം ആവാം, അതുമല്ലെങ്കിൽ പാറ്റേൺ ഫോം ആവാം. ഇതിനൊക്കെ അനുസരിച്ച് നമുക്ക് ട്രേഡ് എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് വൺ ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ നിഫ്റ്റി പോലെയല്ല, ബാങ്ക് നിഫ്റ്റിയുടെ ഹൈ 48,630 ഇപ്പോൾ നിൽക്കുന്നത് 46,384 മാത്രമല്ല ഇവിടെ ബാങ്ക് നിഫ്റ്റി ഒരു ഡബ്ല്യു പാറ്റേൺ ഫോം ആയിട്ടുണ്ട്. നമുക്ക് 46,900 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മേലെ പോകുന്നതായിട്ട് നമുക്ക് അനുമാനിക്കാൻ കഴിയും. ഒരുപക്ഷെ മേലെ പോയി ഈ ആഴ്ച തന്നെ എവർ ടൈം ആൾ ടൈം ഹൈ ആയ 48,630 ക്രോസ് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് മേലേക്ക് തന്നെ പോയി. ഇല്ല, ഒരുപക്ഷെ താഴെയാണ് വരുന്നതെങ്കിൽ ഇവിടെ ഒരു പ്രീവിയസ് ലോ ആയ 45,700 ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരികയാണെങ്കിൽ, കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 45,720 താഴെ വരികയാണെങ്കിൽ മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. ഈ രണ്ട് പോയിന്റുകൾ ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിലും നിങ്ങൾക്ക് നോട്ട് ചെയ്തുകൊണ്ട് ട്രേഡുകൾ എടുത്ത് മുന്നോട്ട് പോകാം. ഇനി നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി 46,370 നിൽക്കുന്നത്. 46,280 ഫസ്റ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. 46,090 സെക്കൻഡും 45,900 തേർഡ് സപ്പോർട്ടായിട്ടും നിൽക്കുമെന്ന് വിചാരിക്കുന്നു. 46,470 ഫസ്റ്റ് റെസിസ്റ്റൻസ്. 46,710 സെക്കൻഡും 46,900 തേർഡ് റെസിസ്റ്റൻസുമായി നിൽക്കാൻ സാധ്യതയുണ്ട്. ഇനി നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 22,020 ഫസ്റ്റ് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിരിക്കും. 21,970 സെക്കൻഡും 21,900 തേർഡ് സപ്പോർട്ടുമായിട്ട് നിലകൊള്ളുമെന്ന് വിചാരിക്കുന്നു. 22,065 ഫസ്റ്റ് റെസിസ്റ്റൻസ്. 22,100 സെക്കൻഡും 22,126 ആൾ ടൈം ഹൈയും തേർഡ് റെസിസ്റ്റൻസായും ആക്ട് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നാളേക്കുള്ള രണ്ട് ഇൻട്രാഡേ സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. ആദ്യത്തേത് PNB ഹൗസിംഗ്. PNB ഹൗസിംഗ് ഒരു സെല്ലിംഗ് എൻട്രിയാണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്. ഈ ഒരു ലൈൻ 765. ഇവിടെ ഒരു സൈഡ് വേസിലൂടെ പോയി ഇവിടുന്ന് ബ്രേക്കൗട്ട് നടത്തിക്കൊണ്ട് വീണ്ടും താഴേക്ക് വന്ന് ആ ലൈൻ തന്നെ ക്രോസ് ചെയ്ത് താഴത്തേക്ക് വന്നു.
വീണ്ടും മേലേക്ക് പോകാൻ ശ്രമിച്ചു, പക്ഷേ കഴിഞ്ഞില്ല. വീണ്ടും താഴത്തേക്ക് വന്ന് ഇവിടെ ചെറുതായി ഒരു റിവേഴ്സ് കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോമായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഏതായിരുന്നാലും 765 നമുക്കൊരു സെൽ എൻട്രി പോസിബിളാണ്. 770 സ്റ്റോപ്പ് ലോസ് വെക്കണം. 760, 755 എന്നിങ്ങനെ ടാർഗറ്റ് വെക്കാവുന്നതാണ്. രണ്ടാമത്തേത് ഈദ് പാരിയാണ്. ഈദ് പാരിയിൽ നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റിയാണ് ഉള്ളത്. 599, 600 മേലെ 601 നമുക്കൊരു ബൈ എൻട്രി പോസിബിളാണ്. 596 SL വെക്കണം. 605, 610 എന്നിങ്ങനെ ടാർഗറ്റ് കീപ്പ് ചെയ്യാവുന്നതാണ്. ഈ രണ്ട് സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ട്രേഡുകൾ എടുക്കുകയാണെങ്കിൽ സ്വന്തമായും അനലൈസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങൾ പറയുന്നതും ഇതിൽ കാണിക്കുന്നതുമെല്ലാം, വീഡിയോയിൽ കാണിക്കുന്നതുമെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ്, എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. യാതൊരുവിധ റെക്കമെൻഡേഷനുമില്ല. ഓക്കെ, ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങളുണ്ടെങ്കിൽ നാളെ അവിടെ വെച്ച് കാണാം. ബൈ.